ഹലോ ഓൾ. നമുക്ക് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞതായിരുന്നു കേട്ടോ. Then, okay, let us see each and every one in detail. First one is international standards. What is the speciality of international standards? International standards are the technical standards developed by International Standards Organization. ആരാ അത് ഡെവലപ്പ് ചെയ്തത്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ അവൈലബിൾ ഫോർ കൺസിഡറേഷൻ ആൻഡ് യൂസ് വേൾഡ് വൈഡ്. വേൾഡ് മുഴുവൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ പേരെന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓർ ISO. അപ്പോൾ നിങ്ങളൊരു പക്ഷേ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ISO സർട്ടിഫൈഡ് ആണ് എന്ന് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത്. അഡ്വർടൈസ്മെന്റ്സിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കോളേജിനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആയ ISO അപ്രൂവ്ഡ് ആണ് നമ്മുടെ കോളേജ്. ISO 9001 2015 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉള്ളത്. അത് പല ടൈപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്, അതേസമയം പ്രോഡക്ട്സിന് വേറെ ടൈപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ കോളേജും ISO സർട്ടിഫൈഡ് ആണ് കേട്ടോ. ഓക്കെ. The implementation of standards in industry and commerce became highly important with the onset of Industrial Revolution. Industrial Revolution വന്നതോട് കൂടിയിട്ടാണ് ഇത്രയും ഹൈ പ്രസിഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഹൈ പ്രസിഷൻ ആയിട്ടുള്ള ടൂൾസ് നമുക്ക് വേണമെന്നൊരു തോന്നലുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. ആ പ്രൈമറി സ്റ്റാൻഡേർഡ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ മെയ്ഡ് ടു ദി ഹയസ്റ്റ് മെട്രോളജിക്കൽ ക്വാളിറ്റി ആൻഡ് ആർ ഡെഫിനറ്റീവ് ഡെഫിനേഷൻ ഓഫ് റിയലൈസേഷൻ ഓഫ് ദെയർ യൂണിറ്റ് മെഷർ. അതിന്റെ പ്രത്യേകത എന്താണ്? അത് വളരെ ആക്യുറേറ്റ് ആണ് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് എ പ്രൈമറി സ്റ്റാൻഡേർഡ് ഇസ് ദി ഇന്റർനാഷണൽ പ്രോട്ടോടൈപ്പ് കിലോഗ്രാം. എന്താണ് അതിന്റെ പേര്? ഇന്റർനാഷണൽ പ്രോട്ടോടൈപ്പ് കിലോഗ്രാം, which is the master kilogram and the primary mass standard for international system of units. അപ്പോൾ SI യൂണിറ്റ്സിൽ മാസിനുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ഇന്റർനാഷണൽ പ്രോട്ടോടൈപ്പ് കിലോഗ്രാം, വിച്ച് ഇസ് എ മാസ്റ്റർ കിലോഗ്രാം. അതാണ് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. ബാക്കി ഉപയോഗിക്കുന്നതൊന്നും അത്രയും ആക്യുറേറ്റ് ആയിരിക്കില്ല. ഓക്കെ. IPK is 1 kilogram mass of platinum iridium alloy main alloy. അത് വെറുതെ ചുമ്മാ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും അല്ല. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? പ്ലാറ്റിനം ഇറീഡിയം അലോയ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഓർ BIPM. ഫ്രാൻസിലുള്ള ഒരു സ്ഥലമായ സെർവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും അതിന്റെ വാല്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇനി വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡിനെ ഇതായിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഇസ് കാലിബ്രേറ്റഡ് വിത്ത് റെഫറൻസ് ടു ദി പ്രൈമറി സ്റ്റാൻഡേർഡ്. അതായത് സെക്കൻഡറി സ്റ്റാൻഡേർഡ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. പ്രൈമറി സ്റ്റാൻഡേർഡിന് 1 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡും പ്രൈമറി സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്തിട്ട് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെക്കൻഡറി സ്റ്റാൻഡേർഡും 1 കിലോഗ്രാം തന്നെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ. സെക്കൻഡറി റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ആർ വെരി ക്ലോസ് അപ്രോക്സിമേഷൻ ടു പ്രൈമറി റെഫറൻസ് സ്റ്റാൻഡേർഡ്. കാരണം അത് ഡയറക്റ്റ് ആയിട്ടാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. എന്നാലും ചെറിയ വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് നമ്മൾ എല്ലായിടത്തും ഒന്നും അത്ര കോമൺ ആയിട്ട് വെക്കുന്നില്ല. അത് നാഷണൽ മെഷറിംഗ് ലാബോറട്ടറീസിലൊക്കെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ അത് വെക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ആണ് നാഷണൽ മെഷറിംഗ് ലാബോറട്ടറീസ് ലൈക്ക് NIST, യുഎസിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജിയിലൊക്കെയാണ് അത് വെക്കുന്നത്. ഓക്കെ. അതിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ IPK ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളിത് കാലിബ്രേറ്റ് ചെയ്യുന്നത്? ഒരു പീരിയോഡിക് കാലിബ്രേഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ മാറും. കാരണം വെയർ ആൻഡ് ടയർ കാരണം കുറേ പ്രാവശ്യം അങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാലൊക്കെ ഇതിന്റെ വാല്യൂസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ആയാലും അതിന്റെ ഹയർ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനെ എപ്പോഴും കമ്പയർ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി വരുന്ന സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ്. എന്താ ഈ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നത്? 3rd ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. അതിന് നമ്മൾ ആരായിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? It is used for the calibration of commercial and industrial measurement equipment കമ്പയർ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഷോപ്പ് കീപ്പറുടെ ഒരു കിലോഗ്രാം വെയിറ്റിന്റെ ബ്ലോക്ക് ഉണ്ടല്ലോ,
ആ ബ്ലോക്കിനെ ആരായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്? വർക്കിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ 1 കിലോഗ്രാമിൻ്റെ ബ്ലോക്ക് പിന്നെ 1 കിലോഗ്രാം ഒന്നും ഉണ്ടാവില്ല. കുറേ പ്രാവശ്യം എടുത്ത് മാറ്റുകയും വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 950 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ആരായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്? വർക്കിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലെ ആൾക്കാരിനെയൊക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും. അപ്പോൾ ഒരുവിധം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്കതിന് കിട്ടും. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കാലിബ്രേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യണേൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ എന്തായാലും വാല്യൂ മാറും. കാരണം എന്താണ്? വെയർ ആൻഡ് ടയർ ഉണ്ടാവാം, ഏജിങ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് റീസൺസ് കൊണ്ട് നമുക്ക് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഡീറ്റീരിയോറേറ്റ് ആൻഡ് ആർ നോ ലോങ്ങർ കൺസിഡേർഡ് ട്രേസബിൾ ടു എ നാഷണൽ സ്റ്റാൻഡേർഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം ഓർ യൂസ് കൗണ്ട് എക്സ്പയർസ്. കുറേ നാൾ കഴിഞ്ഞ ഏജിങ് കാരണം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂസ് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്കിംഗ് സ്റ്റാൻഡേർഡ്സിനും ഡീറ്റീരിയോറേഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? നമ്മൾ സാധാരണ രീതിയിൽ ഷോപ്പിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പർപ്പസ് ഉപയോഗിക്കുന്ന ആൾക്കാരിനെയൊക്കെ നമ്മൾ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് കാലിബ്രേഷൻ ആൻഡ് private industrial laboratories with items, processes and or certification so that they can provide certified traceability to national standards. അപ്പോൾ ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി ടെസ്റ്റിംഗ് ലാബുകൾ ഉണ്ടാവും. അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ റിക്വയർമെൻ്റ് ആയിട്ട് കാലിബ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്യുറസി ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഡിവൈസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വിളിക്കാം? അത് കാലിബ്രേറ്റഡ് ആണെന്ന് വിളിക്കാം. അത് ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ അങ്ങനെ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ലാബോറട്ടറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന അമ്മീറ്ററും വോൾട്ട് മീറ്ററും അതേസമയം ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒന്നും തമ്മിൽ നമുക്ക് കമ്പയറബിൾ ആയിരിക്കില്ല. കാരണം നമ്മളൊരു കമേഴ്സ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനോ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കണം. അതേസമയം നമ്മൾ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിന് അത്ര ആക്യുറസി ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒരു അതിൻ്റെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലാബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ഒന്നും ഔട്ട്പുട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് സംഭവിക്കുക. നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് ഫിനോമിനൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലാബോറട്ടറിയിലത്തെ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാബിലത്തെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതും അപ്പുറത്തെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതും സെയിം റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ലേ? പക്ഷേ അതേസമയം നമ്മുടെ ലാബിൽ നമ്മൾ വെറുതെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്. കാരണം അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാരണം ആക്യുറസി കൂടുന്നതനുസരിച്ച് അതിൻ്റെ കാലിബ്രേഷൻ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് കൂട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us move to the next topic, that is errors in the measurement system. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എങ്ങനെ മെഷർ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും എറർ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എറർ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ദ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂയും അതുപോലെ മെഷേർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്. ഒരു മെഷർമെൻറ്റ് നമുക്ക് 100% ആക്യുറസിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു മെഷർമെൻറ്റ് നമുക്ക് 100% ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എററുകളെ എന്തൊക്കെ തരത്തിൽ എറർ സംഭവിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എറർ സംഭവിക്കാം? ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എററിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. ഈ ടൈപ്പിലൊക്കെ നമുക്ക് എററുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, അപ്പോൾ നമുക്ക് ഓരോന്നിനും ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എറേഴ്സ് ആർ റെപ്രസെൻറ്റഡ് മെയിൻലി യൂസിങ് ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. ഈ ടൈപ്പ് എററുകളാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പോൾ എന്താണ് ആബ്സല്യൂട്ട് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The difference between the measured value of the quantity x0 and its actual value x is given by delta x is equal to x0 minus x. എന്താണ്? നമ്മൾ മെഷർ ചെയ്ത വാല്യൂ x0 ആണ്, അതുപോലെ ആക്ച്വൽ വാല്യൂ എന്താണ്? x ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അതായത് സ്മോൾ എക്സ്, ആക്ച്വൽ വാല്യൂ സ്മോൾ എക്സ് 230 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മെഷർ ചെയ്തപ്പോൾ, അതായത് മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്ത് കിട്ടി? 231 വോൾട്ട് കിട്ടി. അതായത് x0 is equal to 231 വോൾട്ട് കിട്ടി എന്ന് വിചാരിക്കാം. എക്സ് എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആണ്, 230 വോൾട്ട് ആണ്. x0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഷർ ചെയ്ത വാല്യൂ ആണ്, നിങ്ങൾക്ക് 231 എന്ന് കിട്ടി.
അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x0 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വോൾട്ട് ആണ് ഡിഫറൻസ് വരുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ എറർ ഉള്ളത്? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി ആബ്സല്യൂട്ട് എറർ ടു ദി ആക്ച്വൽ വാല്യൂ. റിലേറ്റീവ് എറർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് എറർ ടു ദി ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഇതിൽ ആബ്സല്യൂട്ട് എററിനെ നമ്മൾ എന്ത് ആൽഫബറ്റ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത്? ഡെൽറ്റ എക്സ്. ആക്ച്വൽ വാല്യൂവിനെ നമ്മൾ എന്ത് ആൽഫബറ്റ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത്? സ്മോൾ എക്സ്. അപ്പോൾ എന്തായിരിക്കും റിലേറ്റീവ് എറർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ രണ്ടിന്റെയും കൂടെ റേഷ്യോ ആയിരിക്കും. അതായത് ഡെൽറ്റ എക്സ് ബൈ സ്മോൾ എക്സ് വിൽ ഗിവ് യു ദി റിലേറ്റീവ് എറർ. ഓക്കെ. ഇനി അടുത്തെന്താണ്? പെർസെൻറ്റേജ് എറർ. വാട്ട് യു മീൻ ബൈ പെർസെൻറ്റേജ് എറർ? ഇതിനെ ഈ റിലേറ്റീവ് എററിന്റെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർസെൻറ്റേജ് എറർ. ദാറ്റ് ഈസ് റിലേറ്റീവ് എറർ ഇൻറ്റു 100% വിൽ ഗിവ് യു ദി പെർസെൻറ്റേജ് എറർ. റിലേറ്റീവ് എറർ നമുക്കൊരു ഫ്രാക്ഷൻ ഒരു ഡെസിമൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെ പെർസെൻറ്റേജ് എറർ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഇസ് ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. വാട്ട് ഇസ് മീൻ ബൈ ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ? അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ manufacturers give guarantee about the accuracy with some limiting deviations from the specified value. അതായത് സാധാരണ ഇതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ പറയും ഇതിന്റെ വാല്യൂ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒരു 5 വോൾട്ട് എന്ന് പറയാം. അതായത് 230 വോൾട്ട് നിങ്ങൾ മെഷർ ചെയ്യാൻ 230 വോൾട്ട് ആണ് എക്സാക്ട് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 235 വോൾട്ട് എന്നും റീഡ് ചെയ്യാം, അല്ലെങ്കിൽ 225 വോൾട്ട് എന്ന് റീഡ് ചെയ്യാം. ആ ഒരു ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും അതിന് നമുക്ക് കറക്റ്റ് ആക്യുറസി ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഒരു മാനുഫാക്ചറർ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ദേ വിൽ ബി ഗിവിംഗ് അബൌട്ട് ദി ആക്യുറസി വിത്ത് സം ലിമിറ്റിംഗ് ഡീവിയേഷൻസ് ഫ്രം ദി സ്പെസിഫൈഡ് വാല്യൂ. പ്ലസ് ഓർ മൈനസ് 1 വോൾട്ട് വ്യത്യാസം ഉണ്ടാവാം. അതായത് 230 ആണ് എക്സാക്ട് വാല്യൂ എങ്കിലും ചിലപ്പോൾ ആ മീറ്റർ വെച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 231 വോൾട്ട് കിട്ടാം, അല്ലെങ്കിൽ 229 വോൾട്ട് കിട്ടാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ചെറിയ എറർ കൊണ്ട് ഉണ്ടാവുന്ന ഇൻസ്ട്രുമെന്റിന്റെ എറർ കൊണ്ട് ഉണ്ടാവുന്ന വ്യത്യാസമാണ്. അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് പറയാൻ പറ്റും മാക്സിമം 2 വോൾട്ട് വരെ വ്യത്യാസം ഉണ്ടാവാമെന്ന് പറയാൻ പറ്റും അല്ലേ? ഓക്കെ. ലിമിറ്റ്സ് ഓഫ് ദീസ് ഡീവിയേഷൻസ് ഫ്രം സ്പെസിഫൈഡ് വാല്യൂസ് നോൺ ആസ്, ഈ ലിമിറ്റിനെക്കാട്ടും കൂടുതലായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ലിമിറ്റിംഗ് എറർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആബ്സല്യൂട്ട് എറർ പറഞ്ഞു, റിലേറ്റീവ് എറർ പറഞ്ഞു, പെർസെൻറ്റേജ് എറർ പറഞ്ഞു, ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറർ. ഇതിനേക്കാളും വ്യത്യാസം വന്നാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ലിമിറ്റിംഗ് എറർ എന്ന് വിളിക്കാം. ഓക്കെ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് ആർ ദി errors that are possible in a or errors that are possible in a measurement system. Okay. Then next, what are the sources of error? എന്തുകൊണ്ടാണ് എറർ ഉണ്ടാവാനുള്ള കാരണം? എന്തായാലും എറർ ഉണ്ടാവും, പക്ഷെ എന്തൊക്കെയാണ് റീസൺസ് എറർ ഉണ്ടാവാനായിട്ട്? പുവർ ഡിസൈൻ, ചേഞ്ചസ് ഇൻ പ്രോസസ് പാരാമീറ്റേഴ്സ്, ഇറഗുലാരിറ്റീസ്, അപ്സെറ്റ്സ് എക്സെട്ര, പുവർ മെയിൻ്റനൻസ്, certain design limitations, insufficient knowledge of process parameters and design conditions, errors caused by the person operating the instruments. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എറർ ഉണ്ടാവാം? ഡിസൈൻ മോശമായതുകൊണ്ട് എറർ ഉണ്ടാവാം, അതിൻ്റെ പ്രോസസ്സിൻ്റെ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും മാറിയതുകൊണ്ട് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ എറർ ഉണ്ടാവാം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എറർ ഉണ്ടാവാം, ചിലപ്പോൾ ഡിസൈനിൻ്റെ ചില ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ തന്നെ വേണമെന്ന് വെച്ചാൽ അത് ഒത്തിരി എക്സ്പെൻസീവ് ആകുന്നുണ്ടാവാം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവാം, അപ്പോൾ അതുകൊണ്ട് എറർ ഉണ്ടാവാം. പിന്നെ ഇൻസഫിഷ്യൻറ്റ് നോളേജ് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ്, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് എറർ ഉണ്ടാവാം. അതുപോലെ ആരാ ഉപയോഗിക്കണേ അവർ നോക്കുന്നത് മര്യാദയ്ക്ക് അല്ലെങ്കിൽ എറർ ഉണ്ടാവാം. ദീസ് ആർ ദി വേരിയസ് സോഴ്സസ് ഓഫ് എറേഴ്സ്. ഓക്കെ. ദെൻ ഇനി അടുത്ത് നമുക്കുള്ളത് ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം, ഏതൊക്കെ ടൈപ്പ് എറർ ആണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.